ഇവിടെ വന്നപ്പോഴാണ് എൻറ്റയർലി എന്താ പറയുക എൻ്റെ മനസ്സിന് മാറി. കാരണം ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് പോയാൽ മതി എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തി. ഒരു വേർഡ്സ് സ്പീക്കപ്പ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം റോങ് ആയിട്ടായിരുന്നു നമ്മൾ ഇത്രയും കാലം പ്രൊനൗൺസ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴാണ് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. എനിക്കിത് എന്താണെന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ഇല്ലായിരുന്നു വന്ന സമയത്ത്. ബട്ട് ഞാൻ ഈ ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി 1 or 2 days എടുത്തിട്ടുള്ളൂ എനിക്ക് ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണെന്നും ഇത് നമുക്ക് ഇറ്റ്സ് ഫോർ ലൈഫ്. കാരണം നമ്മൾ ഇത്രയും കാലം സ്കൂളും കോളേജൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് നമ്മളെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന നമ്മളെ ഫർദർ ലൈഫിന് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കും. ഐ ഗ്യാരണ്ടി ദാറ്റ്. പൊതുവെ നമ്മളെ കുട്ടികളെ വിചാരം ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമാണെന്നാണ്. എന്താണ് ഫിനിഷിംഗ് സ്കൂൾ എന്ന് പ്രോപ്പറായിട്ട് അറിയില്ല. എല്ലാവരും വിചാരം ഇതൊരു ഇംഗ്ലീഷ് പഠിക്കുന്ന ക്ലാസ് ആണെന്ന്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആണെന്നാണ് പൊതുവെ എല്ലാവരും വിചാരം. പക്ഷെ അതല്ല, അതിനപ്പുറം കുറേ കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കാണ്ട് ലൈഫിൽ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, ആൾക്കാരോട് സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ. ഇവിടെ എത്തിക്കഴിഞ്ഞ ശേഷമാണ് പ്രോപ്പറായിട്ട് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം നല്ല രീതിയിലൊരു ഫ്ലുവൻസി വന്നതെന്ന് പറയാം. ട്രസ്റ്റ് മീ ദാറ്റ് ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. ഓൾ യു ഹാവ് ടു ഡു ഈസ് സ്റ്റെപ്പ് ഔട്ട് ആൻഡ് ഗോ ഫോർ ഇറ്റ്. 20 ദിവസം കൊണ്ട് ഇത് കവർ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നതിന് പകരം 20 ദിവസം കൊണ്ട് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഷോർട്ട് പീരീഡ് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ക്ലാസ് ആയിട്ട് നിങ്ങളിത് കാണണം. കാരണം ഇതിൻ്റെ എക്സ്പീരിയൻസിന് ഞാൻ പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്, വിട്ടുപോയത്.